കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. കോഴിക്കോട് ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. ഇപ്പോൾ ഇരുവഞ്ഞിപ്പുഴയിലെ അരിപ്പാറ തൂക്കുപാലത്തിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിലേക്ക് ബെൻസൺ ബാബുവാണ് അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. ബെൻസൺ ഇപ്പോൾ എവിടെയാണുള്ളത്? ഈ ജില്ലയിൽ മുഴുക്കെ അങ്ങോളം ഇങ്ങോളം മഴ തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? അങ്ങനെയെങ്കിൽ ഒട്ടും ആശാസ്യമായ ഒരു സാഹചര്യമല്ലല്ലോ അവിടെ മുഴുവനായും നിലനിൽക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്യാമിലി, കോഴിക്കോട് നഗരത്തിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ ഒരു അരമണിക്കൂർ നേരമായി കാര്യമായിട്ടുള്ള മഴ നഗരപ്രദേശങ്ങളിൽ പെയ്യുന്നില്ല. പക്ഷേ മലയോര മേഖലകളിൽ ഇപ്പോഴും അതിശക്തമായിട്ടുള്ള മഴ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് വിലങ്ങാട്, താമരശ്ശേരി, തിരുവമ്പാടി അടക്കമുള്ള പ്രദേശങ്ങളിൽ, കുറ്റ്യാടി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും അതിശക്തമായിട്ടുള്ള മഴ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, വിലങ്ങാട് ഉരുൾപൊട്ടൽ നേരത്തെ 2 വർഷങ്ങൾക്ക് മുൻപ് ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്ന ആ പ്രദേശത്ത്, ആ സമീപത്ത് ഇപ്പോഴും ആളുകൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അപകട സാധ്യത കണക്കിലെടുത്ത് ആ പ്രദേശത്തെ ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. 2 മണിയോടുകൂടി തന്നെ പ്രശ്നബാധിതമായിട്ടുള്ള അല്ലെങ്കിൽ അപകട സാധ്യതയുള്ള പ്രദേശത്ത് നിന്നും ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റും. അതോടൊപ്പം തന്നെ തിരുവമ്പാടി, താമരശ്ശേരി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഈ വനത്തിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്തതിനാൽ ഇരുവഴിഞ്ഞി അടക്കമുള്ള പുഴകളിലൂടെ വലിയ മലവെള്ളപ്പാച്ചിലാണ് ഉണ്ടാകുന്നത്. അത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുഴകൾക്ക് തീരത്തോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ബെൻസൺ കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നഗരത്തിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു, എന്നാൽ മറ്റിടങ്ങളിൽ മഴ തുടരുന്നു എന്നാണ് ബെൻസൺ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി